പി വി അൻവറിന് ഇനി കേരള രാഷ്ട്രീയത്തിലെ റോൾ എന്ത് എന്നതിനുള്ള ഉത്തരം കൂടിയാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ നിലമ്പൂരിൽ UDF ജയം അനിവാര്യമാണ്. തിരിച്ചടിയേറ്റാൽ പി വി അൻവറിന് മുന്നിൽ തെളിയുന്നത് വലിയ ചോദ്യചിഹ്നമാകും. നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഒരിക്കലും LDF-നോ CPM-നോ ഒരു സുരക്ഷിത മണ്ഡലമായിരുന്നില്ല. തുടർച്ചയായി 2 തവണ പി വി അൻവർ ജയിച്ചു കയറിയെങ്കിലും അതിൽ പ്രാദേശികവും അൻവർ ഘടകവും നിർണായകമായിരുന്നു. MR അജിത് കുമാറിലും പോലീസിലും ഉടക്കിപ്പിണങ്ങിയ പി വി അൻവറിന്റെ LDF പടിയിറക്കം പെട്ടെന്നായിരുന്നു. ഇനി അൻവറിന് മുന്നിൽ UDF മാത്രം. രാഷ്ട്രീയ അഭയം UDF-ൽ ഉറപ്പിക്കണം. അതിന് ഉപതെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണെന്ന് അൻവറിനും അറിയാം. ഉപതെരഞ്ഞെടുപ്പിൽ VS ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആദ്യം ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അത്തരം ഉപാധികളൊന്നുമില്ല. കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏത് ചെകുത്താൻ മത്സരിച്ചാലും ആര് മത്സരിച്ചാലും അതൊരു വിഷയമേ അല്ല. ഞാൻ പറഞ്ഞില്ല, ആര് മത്സരിച്ചാലും അത് കേരളത്തിലെ ജനങ്ങളെ 3.5 കോടിയുടെ പ്രതിനിധിയായിട്ടാണ് അവിടുത്തെ വോട്ടർമാർ കാണാൻ പോകുന്നത്. ഔദ്യോഗികമായി UDF പ്രവേശം പൂർത്തിയായില്ലെങ്കിലും പി വി അൻവറിന്റെ പിന്തുണയും സ്വാധീനവും ഉപയോഗിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം. പി വി അൻവർ ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളെ കൂട്ടായി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. നിലമ്പൂരിൽ LDF-ന് കോൺഗ്രസിനെ നേരിടുന്നതിനൊപ്പം അൻവറിന്റെ നീക്കങ്ങളെയും നേരിടേണ്ടി വരും. അൻവറിനെ കടന്നാക്രമിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് CPM ശ്രമിക്കുക. UDF-ന് വേണ്ടിയുള്ള ഒരു നെറികെട്ട പ്രവർത്തനമാണ്, ജൂദാസിൻ്റെ രൂപമാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്ന കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തോടെ പകൽ വെളിച്ചം പോലെ വ്യക്തമാകുക. ചുരുങ്ങിയ കാലം കൊണ്ട് സൃഷ്ടിച്ചെടുത്ത രാഷ്ട്രീയ സ്വാധീനം സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങുന്നതല്ല എന്നുകൂടി അൻവറിന് തെളിയിക്കേണ്ടതുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം.